കേരളം ഈ അടുത്ത ദിവസങ്ങളിൽ വളരെ ഗൗരവമായിട്ട് ചർച്ച ചെയ്ത ഒരു വിഷയമാണ് നമ്മുടെ മുൻ ഡി ജി പി ലോക്നാഥ് ബെഹ്റ നടത്തിയ ചില പരാമർശങ്ങൾ. അദ്ദേഹം പറഞ്ഞു, കേരളം IS-ന്റെ ഒരു റിക്രൂട്ടിംഗ് കേന്ദ്രമായിട്ട് മാറുന്നു. IS സ്ലീപ്പർ സെല്ലുകൾ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. സമാനമായിട്ടുള്ള കാര്യങ്ങൾ മുൻ ഡി ജി പി TP സെൻകുമാർ നടത്തിയിട്ടുണ്ട്. അതിനു മുമ്പ് ജേക്കബ് പുന്നൂസ് നടത്തിയിട്ടുണ്ട്. 2020 ജൂൺ ജൂലൈ മാസങ്ങളിൽ UN ഒരു റിപ്പോർട്ടുണ്ടായിരുന്നു, കേരളത്തിലും കർണാടകയിലും IS സാന്നിധ്യം വർദ്ധിക്കുന്നു. പക്ഷേ ഇത്രയും ആധികാരികമായിട്ടുള്ള ഏജൻസികളും പോലീസ് മേധാവികളും ഒക്കെ മുന്നറിയിപ്പ് നൽകിയിട്ടും കേരളത്തിൽ തീവ്രവാദ പ്രവർത്തനം ശക്തമാവുകയാണ്. ഒടുവിലത്തെ ഉദാഹരണം നമുക്കറിയാം, കോഴിക്കോട് കഴിഞ്ഞ ദിവസം സമാന്തരമായിട്ടുള്ളൊരു ടെലിഫോൺ എക്സ്ചേഞ്ച് പോലീസ് റെയ്ഡിൽ കണ്ടുപിടിക്കപ്പെട്ടു. ഇത്രയും മുന്നറിയിപ്പുകൾ ലഭിച്ചിട്ടും കേരളത്തിൽ തീവ്രവാദ പ്രവർത്തനങ്ങൾ ആകുന്നത് ശരിക്കും പറഞ്ഞാൽ ഇടത് വലത് മുന്നണികളുടെ ഒരു ജാഗ്രത കുറവാണോ, ഒരു നിസ്സംഗതയാണോ? എന്താണ് കേരളത്തിൽ ശരിക്കും സംഭവിക്കുന്നത്? വാസ്തവത്തിൽ ആഗോള തീവ്രവാദത്തിൻ്റെ ഒരു പ്രഭവ കേന്ദ്രമായി കേരളം മാറിയിട്ട് കുറേ വർഷങ്ങളായി, കുറേ പതിറ്റാണ്ടുകളായി. ആഗോള ഭീകരവാദത്തിന്, ജിഹാദി ഭീകരവാദത്തിന്, ഇസ്ലാമിക ഭീകരവാദത്തിന് സൈദ്ധാന്തിക പിന്തുണയൊരുക്കുന്ന മണ്ണായി കേരളം മാറിയിട്ട് ഏറെക്കാലമായി. അതൊരു പക്ഷേ ഗൾഫ് രാഷ്ട്രങ്ങളിലേക്കുള്ള നമ്മുടെ ഒരു വലിയ തോതിലുള്ളൊരു മൈഗ്രേഷൻ, അതുമായൊക്കെ ബന്ധപ്പെട്ട് നമുക്കതിനെ ചേർത്ത് വായിക്കണം. അതിന് മുൻപ് തന്നെ ഉണ്ട്, നമുക്കറിയാം 921 സംഭവിച്ചിട്ടുള്ള കാര്യമൊക്കെ ഈ ഒരു പശ്ചാത്തലത്തിൽ തന്നെ വേണം കാണാൻ. ഒരു പാൻ ഇസ്ലാമിക് മൂവ്മെൻറ്റ്, അതിൻ്റെ ഭാഗമായി കേരളത്തിലും ഉള്ള ചില പ്രത്യേക വിഭാഗം ആളുകളുടെ ഈ ആഗോള ഭീകരവാദ ശൃംഖലയോടുള്ള അടുപ്പം. ഇപ്പോൾ കഴിഞ്ഞ ദിവസം കേരളത്തിലെ പ്രശസ്തനായിട്ടൊരു മാധ്യമ പ്രവർത്തകൻ ഒരു ക്ലബ് ഹൗസ് ചർച്ചയിൽ പറയുന്നത് കേട്ടു. അദ്ദേഹം പറഞ്ഞത്, കേരളത്തിൽ ദൃശ്യമാധ്യമങ്ങളിൽ വരുന്ന മുസ്ലിം വിഭാഗത്തിൽ മുസ്ലിം നാമധാരികളായിട്ടുള്ള പെൺകുട്ടികളുടെ വേഷവിധാനം സംബന്ധിച്ച ഒരു നിർദ്ദേശം ജമാഅത്തെ ഇസ്ലാമിയിൽ നിന്നുണ്ടാവുകയാണ്. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, കേരളത്തിലെ ഈ വിഭാഗം ആളുകൾക്ക് സൗദി അറേബ്യയിൽ നിന്ന് ഫണ്ടിങ് ലഭിക്കുന്നുണ്ട്. ഇപ്പം ഇതൊക്കെ ഈ തുറന്നു പറച്ചിലുകൾ, ഇപ്പോൾ നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ DGP അടക്കമുള്ളവരുടെ തുറന്നു പറച്ചിലുകൾ സൂചിപ്പിക്കുന്നത് കാലങ്ങളായി BJP എന്താണോ കേരള സമൂഹത്തിൽ പറഞ്ഞിരുന്നത്, കേരളം ഒരു ആഗോള തീവ്രവാദത്തിൻ്റെ പ്രഭവ കേന്ദ്രമാണ്, ഇവിടെ നിന്ന് പിന്തുണ ലഭിക്കുന്നുണ്ട്, സൈദ്ധാന്തിക പിന്തുണ ലഭിക്കുന്നുണ്ട്, മറ്റെല്ലാ തരത്തിലുള്ള പിന്തുണ ലഭിക്കുന്നുണ്ട്, ഇവിടെ തീവ്രവാദികളുടെ കൈപ്പിടിയിൽ അമർന്നു കഴിഞ്ഞു എന്ന് ഞങ്ങൾ എത്രയോ കാലമായി പറയുന്നതാണ്. ഇത് പറയുന്നവരൊക്കെ വർഗീയവാദികളും തീവ്രവാദികളുമാവുകയും യഥാർത്ഥ തീവ്രവാദികൾ ഇരനാടകം കളിച്ചുകൊണ്ട് രക്ഷപ്പെടുകയുമാണ് ഇത്രയും കാലം ഉണ്ടായിട്ടുള്ളത്. ശ്രീ ലോക്നാഥ് ബെഹ്റയ്ക്ക് ഈ കാര്യം എത്രയോ നേരത്തെ പറയാമായിരുന്നു. സ്ഥാനം നഷ്ടപ്പെടുമ്പോഴാണോ സത്യം തുറന്ന് പറയേണ്ടത്? അതല്ലെങ്കിൽ അദ്ദേഹം DGP സ്ഥാനത്ത് മാറിക്കഴിഞ്ഞാൽ പറയേണ്ട സത്യമാണോ ഇത്? കേരളത്തിലൊരു മാധ്യമ പ്രവർത്തക മുൻപൊരു മാധ്യമ ചർച്ചയ്ക്കിടെ പറഞ്ഞത് എനിക്ക് ഓർമ്മ വരികയാണ്. ചില കാര്യങ്ങൾ ഞങ്ങൾ പറയാത്തത് അത് BJPക്ക് ഗുണകരമായി മാറും എന്നുള്ളത് കൊണ്ടാണ്. നമുക്ക് BJPക്ക് ഗുണകരമാവുമോ അല്ലയോ എന്നുള്ളതാണോ സത്യം പറയാൻ തടസ്സമാകേണ്ടത്? നിങ്ങൾ ചില സത്യങ്ങൾ മൂടി വെച്ചിട്ട് എന്താണ് ഈ നാടിന് പ്രയോജനമുള്ളത്? എല്ലാ സത്യങ്ങളും മൂടി വെച്ചുകൊണ്ട് എത്ര കാലം മുന്നോട്ട് പോകാൻ സാധിക്കും? ഈ സംഘടിതമായിട്ടുള്ള മുസ്ലിം വോട്ട് ബാങ്ക്, ആ വോട്ട് ബാങ്കിനെ ഭയന്നുകൊണ്ടാണ് കേരളത്തിലെ ഇടത് വലത് മുന്നണികൾ മുന്നോട്ട് പോകുന്നത്. ചില സത്യങ്ങൾ വിളിച്ചു പറഞ്ഞാൽ ആ വോട്ട് ബാങ്ക് നഷ്ടമാകുമോ എന്നുള്ള ഭയമാണ്. അത് ശരീഅത്തുമായി ബന്ധപ്പെട്ട് EMSൻ്റെ പ്രസ്താവനയുടെ സമയത്ത് CPM അനുഭവിച്ചതാണ്. ശരീഅത്തുമായി ബന്ധപ്പെട്ട് EMS നടത്തിയ പ്രസ്താവന, ശബാനു കേസിൻ്റെ വിധിയോടടുപ്പിച്ച് EMS നടത്തിയിട്ടുള്ള പ്രസ്താവന കേരളത്തിൽ വലിയ വിവാദമാവുകയും EMSനെതിരായി നമുക്കറിയാം 4 കെട്ടും 5 കെട്ടും EMSൻ്റെ ഓളയും കെട്ടും എന്നൊക്കെ പറഞ്ഞിട്ട് ആ രീതിയിലുള്ള മുദ്രാവാക്യങ്ങൾ മുഴക്കിയിട്ടുള്ള പ്രകടനങ്ങൾ നടന്നു കേരളത്തിൽ. അപ്പോൾ CPM അന്നത്തോടെ ഭയന്നതാണ്. അതിനുശേഷം എന്നെങ്കിലും CPM യൂണിഫോം സിവിൽ കോഡിനെ കുറിച്ച് പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ടോ? ഏതെങ്കിലും മുസ്ലിം വിഷയങ്ങളിൽ CPM ആ നിലപാട് തെറ്റാണ് എന്ന് പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ടോ? മൂവാറ്റുപുഴയിൽ ജോസഫ് സാറിൻ്റെ കൈവെട്ടിയെടുത്ത സംഭവത്തിൽ വാസ്തവത്തിൽ അതിലേക്ക് നയിച്ചത് എന്താ? CPMനെ പോലെയുള്ളൊരു പാർട്ടി, അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രി MA ബേബിയുടെ വളരെ നിരുത്തരവാദപരമായിട്ടുള്ള ഒരു നിലപാട് ജോസഫ് മാഷിനെ കൈവെട്ടിയ സംഭവത്തിലേക്ക് നയിച്ചില്ലേ? അധ്യാപകനൊരു മണ്ടനാണെന്ന് കേരളത്തിലെ വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞതോടെ ഈ മത തീവ്രവാദികൾക്ക് ലൈസൻസ് കിട്ടുകയില്ല, അയാൾ ചെയ്തത് തെറ്റാണ്, അതുകൊണ്ട് അയാൾക്ക് നേരെ ശരീഅത്ത് കോടതിക്ക് ശിക്ഷ വിധിക്കാൻ യോഗ്യനാണ് അയാൾ എന്ന ഒരു സന്ദേശമല്ലേ കേരളത്തിലെ വിദ്യാഭ്യാസ മന്ത്രി എന്ന് കൊടുത്തത്? അപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഈ സംഘടിതമായിട്ടുള്ള മുസ്ലിം വോട്ട് ബാങ്കിന് മുന്നിൽ ഭയന്ന് ഇരിക്കുകയാണ്
കേരളത്തിലെ ഇടതുപക്ഷവും കേരളത്തിലെ കോൺഗ്രസും ഉൾപ്പെടെയുള്ള ആളുകൾ ഈ സത്യം തുറന്നു പറയുന്ന BJPയെ എപ്പോഴും വർഗീയവാദികളായിട്ടും അതല്ലെങ്കിൽ നാട്ടിലെ സമാധാനം കെടുത്തുന്നവരായും ചിത്രീകരിക്കുകയും അതിൻ്റെ മറവിൽ മത തീവ്രവാദികൾക്ക് അഴിഞ്ഞാടാൻ വേണ്ടി കേരളത്തെ വിട്ടുകൊടുക്കുകയും ചെയ്യുകയാണ്. അതിൻ്റെ എത്രയോ ഉദാഹരണങ്ങൾ പറയാൻ കഴിയും. ഇപ്പോൾ ഇന്നലെ നിങ്ങൾ കോഴിക്കോട് ടെലിഫോൺ എക്സ്ചേഞ്ച്, സമാന്തര ടെലിഫോൺ എക്സ്ചേഞ്ച് പിടിച്ചതിനെ കുറിച്ച് പറഞ്ഞു. ഇത് എത്രയോ കാലമായി നടക്കുന്നു. അതിന് മുൻപ് ബേപ്പൂരിൽ ബോംബ് സ്ഫോടനം ഉണ്ടായില്ലേ? കോഴിക്കോട് മൊഫ്യൂസൽ സ്റ്റാൻഡിൽ ബോംബ് സ്ഫോടനം നടന്നിട്ടില്ലേ? മാറാട് കലാപവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് ഓർമ്മയില്ലേ? കളമശ്ശേരിയിൽ ബസ് തട്ടിയെടുക്കലും കത്തിക്കലും നമുക്ക് ഓർമ്മയുണ്ട്. അതുപോലെ തന്നെ ബോംബ് സ്ഫോടനം നടന്നിട്ടുണ്ട്. ഈ തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ ബോംബ് സ്ഫോടനം നടന്നിട്ടുണ്ട്. ഇതൊക്കെ കേരളത്തിലെ ജനങ്ങൾ ഒരു പക്ഷേ ഈ കാലം കഴിയും തോറും മറവിയിലേക്ക് പോകുമെങ്കിലും ഇതൊക്കെ കേരളത്തിൽ നടന്നിട്ടുള്ള ചരിത്ര വസ്തുതകളാണ്. വാഗമണിലെ തീവ്രവാദ പരിശീലനം മുതൽ നാറാത്തെ തീവ്രവാദ പരിശീലനം അടക്കം കേരളത്തിൽ ഒട്ടേറെ സ്ഥലങ്ങളിലെ തീവ്രവാദ പരിശീലനങ്ങൾ, ഇപ്പോൾ ഈ അടുത്ത് പത്തനാപുരത്ത് നിന്ന് ആയുധങ്ങൾ കണ്ടെത്തിയതടക്കമുള്ള, സ്ഫോടക വസ്തുക്കൾ കണ്ടെത്തിയതടക്കമുള്ള വിഷയങ്ങളുണ്ട്. അപ്പോൾ ഇതൊക്കെ കേരളത്തിൽ നിർബാധം നടക്കുകയാണ്. ഇത് ചൂണ്ടിക്കാണിക്കുന്നവരെ വർഗീയവാദികളായിട്ടും അതല്ലെങ്കിൽ ഫാസിസ്റ്റുകളും ഒക്കെ ആയിട്ട് കേരളത്തിൽ ചിത്രീകരിക്കുകയാണ്. അത്തരമൊരു എക്കോസിസ്റ്റം കേരളത്തിൽ വളർന്നു വന്നിട്ടുണ്ട്. ലെഫ്റ്റ് ലിബറലുകളൊക്കെ നേതൃത്വം കൊടുക്കുന്ന ഒരു എക്കോസിസ്റ്റമാണ്. അതിൽ സിനിമാക്കാരുണ്ട്, സോ കോൾഡ് സാംസ്കാരിക നായകരുണ്ട്. ഇവരെല്ലാവരും ഈ സിസ്റ്റത്തിൻ്റെ ഭാഗമാണ്. ഇവരെല്ലാവരും ഈ എക്കോസിസ്റ്റത്തിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ഗുണം അനുഭവിക്കുന്നവരാണ്.